പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഉച്ചത്തിൽ നിങ്ങളെയൊക്കെ കാണുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഭാഗ്യം കിട്ടിയ ആൾക്കാരെ കാണുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യമാണ്. വഫിയ സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്, ഒരു അവസരമാണ്. അത് അവസരമാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് വഫിയയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടും വലിയ ഒരു ഭാഗ്യത്തിൽ അല്ലാഹു തആല നമ്മളെ എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നിങ്ങളൊക്കെ വാഫിയാകുന്നതിൻ്റെ, നിങ്ങൾ ജനിക്കുന്നതിൻ്റെ, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വർഷം അഡ്മിഷൻ എടുത്ത ആളുകളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് വാഫിയായ ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വാഫിയിൽ ചേരുകയും വാഫിയായി തീരുകയും ചെയ്ത ഒരാളാണ്. വർഷങ്ങൾ ധാരാളം കഴിഞ്ഞു പോയി. പക്ഷേ ഈ വാഫിയുടെ തുടക്കം മുതൽ ഇപ്പം അടുത്ത കാലത്താണ് നമ്മൾ പറയാൻ തുടങ്ങിയത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന സംവിധാനമാണെന്നൊക്കെ പറയാൻ തുടങ്ങിയതെങ്കിലും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതൽ തന്നെ വലിയ ക്വാളിറ്റി കീപ്പ് ചെയ്തിരുന്ന, വലിയ നിലവാരത്തിൽ വിദ്യാഭ്യാസം ചെയ്തിരുന്ന സംവിധാനമാണ്. ഇവിടെ ഈ സ്ഥാപനത്തിൽ മർക്കസിലാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. വഫിയയിൽ പഠിച്ചതുകൊണ്ട് എന്തായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട്, ഉപകാരമായിട്ട് ഞാൻ കണ്ടത് അറബി ഭാഷ പഠിക്കാൻ വലിയൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. അറബി ഭാഷ പഠിച്ച ആരും എവിടെയും പിന്നോട്ട് പോയിട്ടില്ല. നന്നായിട്ട് അറബി അറിയുന്ന ആളുകൾ വലിയ സ്ഥാനങ്ങളിലും വലിയ ജോലികളിലും വലിയ സമ്പന്നതയിലുമൊക്കെ എത്തിച്ചേർന്ന ആളാണ്. ഇപ്പം ഞാൻ മാത്രമൊന്നുമല്ല, ഇവിടെ ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്നെപ്പോലെ കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വാഫികളായിട്ടും വഫിയകളായിട്ടും അങ്ങനെ വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രധാനമായിട്ടും അവരുടെ വരുമാനത്തിൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നത് അവർ പഠിച്ച ഭാഷയായിരിക്കും, അറബിയായിരിക്കും. വാഫിയിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ പഠിക്കണ്ടെന്ന് കരുതിയാലും, എനിക്കത്രയൊന്നും വേണ്ടാന്ന് കരുതിയാലും പഠിപ്പിച്ചിട്ടേ നമ്മൾ വിടുള്ളൂ. എങ്ങനെ വന്നാലും നമ്മൾ അറബി അറിയുന്ന ആളുകളായിട്ട് മാറും, ഇംഗ്ലീഷ് അറിയുന്ന ആളുകളായിട്ട് മാറും. ഇത്ര കാലം നമ്മൾ കണ്ടതുപോലെയോ പഠിച്ചതുപോലെയോ അല്ല ഇനി ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. തുടക്കം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടിയ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാഫിയിൽ പഠിച്ചത് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അറബി പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അറബി പഠിക്കുക എന്ന് പറഞ്ഞാൽ 2-3 സുഖങ്ങളുണ്ട് അറബി പഠിച്ചാൽ. ഒന്ന് നമുക്കറിയാം, നമ്മൾ ഓതുന്ന ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, നമ്മൾ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ മദ്രസയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ അറബിയിലാണ്. ഇത് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നേരിട്ട് എന്തോ പറയുന്നത് പോലെ അറബി അറിയുന്ന ആളുകൾക്ക് അതൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നും. അതാണ് വാഫി തുടക്കം മുതൽ വാഫിയിലും വഫിയയിലും അറബി ഭാഷയ്ക്ക് യാതൊരു കുറവുമില്ലാതെ അത് ഏറ്റവും ക്വാളിറ്റിയിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വാഫിയിൽ കഴിഞ്ഞ ഉടനെ തന്നെ PG അറബിയിൽ MA എടുക്കാൻ വേണ്ടിയിട്ട് പോയി. MA എടുക്കാൻ പോയപ്പോൾ എനിക്കറിയാം 2 വർഷത്തെ കോഴ്സാണ്. പക്ഷെ ഡിസ്റ്റൻസിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ ആകെ ആ പരീക്ഷയുടെ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു 3 ആഴ്ച മുമ്പൊക്കെ കുറച്ച് വായിക്കുക, എന്നിട്ട് പോയിട്ട് പരീക്ഷ ചെയ്താൽ എന്നാൽ തന്നെ നമുക്ക് നല്ല മാർക്കിൽ ജയിക്കാൻ പറ്റും. കാരണം നമ്മൾ വാഫിയിൽ അറബി പഠിച്ചിട്ടുണ്ട്, അറബിയിലെ സാഹിത്യകാരന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അറബി ഭാഷയിൽ നമുക്ക് എന്തും എഴുതി പിടിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ വാഫി കഴിഞ്ഞ ഉടനെ തന്നെ PG ചെയ്തപ്പോൾ കുറഞ്ഞ സമയം പഠിച്ചാൽ മതി, എന്നാൽ PG നമുക്ക് നല്ല മാർക്ക് കിട്ടി.
പിന്നെ കോളേജിൽ അധ്യാപകനാവാനുള്ള നിങ്ങൾ കുറച്ചായിട്ട് മനസ്സിലാക്കുമായിരിക്കും, നെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, നെറ്റ് എക്സാം. ആ പരീക്ഷ പാസ്സായാലാണ് കോളേജിൽ ആദ്യം ഒരു ആവാനുള്ള ആദ്യത്തെ യോഗ്യത അതാണ്. PG കഴിഞ്ഞപ്പോൾ നെറ്റ് കിട്ടണം. ഞാൻ PG കഴിഞ്ഞ ആ വർഷം തന്നെ നെറ്റ് എഴുതി. നെറ്റിനും കാര്യമായിട്ട് പഠിക്കൊന്നും ചെയ്യാതെ ഇവിടുന്ന് വാഫിന്ന് പഠിച്ചത്, വാഫിന്ന് ഉസ്താദ്മാർ പഠിപ്പിച്ചു തന്നത്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഓർമ്മയിലാണ് നെറ്റ് എഴുതാൻ പോണത്. അന്ന് മാത്രമല്ല, വലിയ പേജുകൾ ധാരാളമായിട്ട് നീട്ടിപ്പരത്തി ഇങ്ങനെ എഴുതുന്ന ഒരു കാലമാണ് നെറ്റിന്. അപ്പൊ നമുക്ക് എന്ത് അറബിയിൽ മലയാളത്തിൽ മനസ്സിൽ വന്നാലും അതൊക്കെ അറബിയിൽ എഴുതാനുള്ള ഒരു ശേഷി അപ്പൊ തന്നെ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് കാലം നിങ്ങൾ ഈ വഫിയ സംവിധാനത്തിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറബിയും ഇംഗ്ലീഷും ഭാഷ കൈകാര്യം ചെയ്യാനുള്ള വലിയൊരു ശേഷിയിലേക്ക് എത്തും. ഈ ശേഷി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരങ്ങളും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട കോളേജുകളിൽ ഒരുപക്ഷെ നമ്മളെ വഫിയ സംവിധാനവും നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ടാകുന്നതിന് മുമ്പ് 150 കൊല്ലം മുമ്പുണ്ടായ വലിയൊരു കോളേജാണ് മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഒരു യൂണിവേഴ്സിറ്റി പോലെ വർക്ക് ചെയ്യുന്ന വലിയൊരു സ്ഥാപനമാണ്. അവിടെ എന്നെ പോലെ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഈ ഒരു സംവിധാനത്തിൽ കുറച്ചു കാലം പഠിച്ചതുകൊണ്ട്, ഇവിടുന്ന് കിട്ടിയ വിവരം കൊണ്ട്, ഇവിടുന്ന് കിട്ടിയ അറബി കൊണ്ട് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് വന്നു ചേർന്ന നിങ്ങളെ പോലെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വലിയ ഒരു ഭാഗ്യത്തിലേക്കും വലിയ ഒരു സമാധാനത്തിലേക്കാണ് നിങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. കുറച്ചു കാലം ഇതിൽ പോകുമ്പോൾ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ, പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിലെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇന്ന് കാണുന്നത് പോലെ ഏതെങ്കിലും കോളേജിൽ അധ്യാപകരൊന്നും അല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ വിദേശ രാജ്യങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരാൻ പറ്റും. ഇന്ന് കോളേജിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയ ഒരാൾ ഞാനാണ്. പക്ഷെ വിദേശത്ത് പുറത്ത് ഒക്കെ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അങ്ങനെ നമ്മൾ വലിയ ഒരു സംഘം തന്നെ ഈ സംവിധാനത്തിൽ പഠിച്ച ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ അവസരത്തിലേക്കാണ് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. കോളേജിലൊക്കെ ജോലി കിട്ടിയ വലിയ സുഖമാണ്. കുറച്ചൊക്കെ ജോലി ചെയ്താലും അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തിക അവസ്ഥകളും കിട്ടും. നമുക്ക് നമ്മുടെ രീതി അനുസരിച്ച് എങ്ങനെയും ജീവിച്ചു പോകാനും പറ്റും എന്നുള്ളൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനോട് എനിക്ക് പറയാനുള്ളത്, വലിയ സമാധാനത്തിൽ സന്തോഷത്തിൽ നിങ്ങൾ ഈ സംവിധാനത്തിൽ പഠനം തുടരണം, പഠനവുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് കോളേജിൽ കിട്ടിയാലും വേറെ ജോലി കിട്ടിയാലും ഒരു പക്ഷേ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി പഠിച്ചാലും ചിലപ്പോൾ നല്ല ജോലി കിട്ടും. പുറത്തെവിടെയെങ്കിലും പോയി പഠിച്ചാൽ ചിലപ്പോൾ കോളേജിലല്ല യൂണിവേഴ്സിറ്റിയിലല്ല നമുക്ക് വലിയ വലിയ അവസരങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ, നമ്മൾ കോളേജിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ വേറെ ജോലിയിലേക്ക് എത്തുമ്പോൾ, ഗൾഫിലെത്തുമ്പോൾ വലിയ സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർമ്മ ഉണ്ടാകാനും നമുക്ക് മരണശേഷം നല്ലൊരു ജീവിതം ഉണ്ടാവാനും എപ്പോഴും നല്ല മനുഷ്യന്മാരായിട്ട് എവിടെ ചെന്നാലും ആളുകളോട് പെരുമാറാൻ സാധിക്കുന്ന, മറ്റു മതസ്ഥരോട് പെരുമാറാൻ സാധിക്കുന്ന, മറ്റാളുകളോടൊക്കെ സമ്മതിക്കാൻ സാധിക്കുന്ന അങ്ങനെ നല്ല മനസ്സുള്ള, എവിടെ ചെന്നാലും ആ ഒരു നല്ല ആളാണ്. ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ വാഫികൾ നിങ്ങളുടെ നാട്ടിലുണ്ടാകും, വേറെ നാട്ടിലുണ്ടാവും, നിങ്ങൾ കാണുന്നിടത്തൊക്കെ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു നല്ല ആളുകളാണ്, നല്ല മനുഷ്യന്മാരാണ്, നല്ല കുട്ടികളാണ് എന്നുള്ളൊരു പേരുണ്ടാക്കിയെടുത്ത് നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വലിയൊരു സംവിധാനത്തിലേക്ക് അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും വിജയിച്ച ഏറ്റവും നല്ല വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.